ഇപ്പോൾ വയനാട്ടിൽ MLA ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഇപ്പോൾ എത്തുന്നു. വയനാട്ടിൽ ചോദ്യം ചെയ്യലിനായി എത്തുകയാണ്. IC ബാലകൃഷ്ണന്റെ ആദ്യ പ്രതികരണം. അല്ല, ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചല്ലോ, ഇടക്കാല ജാമ്യം അനുവദിച്ചു. NM വിജയേട്ടൻ്റെ മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എൻ്റെ പേരിലാണല്ലോ. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SP-ക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകുകയാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുള്ളത് ഈ പറയുന്ന കത്ത് മാത്രമല്ല, ചില ഡയറി കുറിപ്പുകൾ കിട്ടിയിരുന്നു എന്നാണ്. ആ ഡയറി കുറിപ്പുകളിലും ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അല്ല, അതൊന്നും ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത്. എൻ്റെ വക്കീൽ ഹാജരായിട്ടുണ്ട്. മാത്രമല്ല, കൂടാതെ ഇന്ന് പോലീസിൻ്റെ മൊഴിയെടുപ്പ് നടക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറയുമായിരിക്കും. അതിനുശേഷം വിശദമായ കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ അന്നൊന്നും പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ്. നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനു ശേഷം കാര്യങ്ങൾ പറയാം എന്നാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. ദീപക് നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഈ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV-യാണ്. നമ്മൾ ആദ്യത്തെ കത്ത് പുറത്തുവിട്ടു. പീറ്റർ മാസ്റ്റർ എഴുതിയ ഉടമ്പടി നമ്മൾ പുറത്തുവിട്ടു. KPCC-ക്ക് കൊടുത്ത കത്ത് നമ്മൾ പുറത്തുവിട്ടു. അങ്ങനെ പല പല തെളിവുകളും റിപ്പോർട്ടർ TV പുറത്തുവിടുമ്പോഴെല്ലാം അന്ന് ഇതൊക്കെ ഒരു വ്യാജ വാർത്തയാണെന്ന നിലപാടാണ് IC ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് പോലീസിന്റെ ചോദ്യമുനയിലേക്ക് IC ബാലകൃഷ്ണൻ പോകുമ്പോൾ ആ ആത്മവിശ്വാസം IC ബാലകൃഷ്ണൻ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ദീപക്? അരുൺകുമാർ, IC ബാലകൃഷ്ണൻ ഇപ്പോൾ കൽപ്പറ്റ AR ക്യാമ്പിലേക്കാണ് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ചോദ്യം ചെയ്യലിനായി എത്തിയത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല, ഈ താൻ നിരപരാധിയാണ്, മറ്റ് വാർത്തകളൊക്കെ വ്യാജമാണെന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഏതായാലും ഇന്ന് മുതൽ 3 ദിവസത്തേക്കുള്ള ചോദ്യം ചെയ്യലിനാണ് എത്തിയിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് IC ബാലകൃഷ്ണൻ MLA എന്നാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP അബ്ദുൾ ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ക്യാമ്പിനകത്ത് സജ്ജമാണ്. ഈ IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2ാം പ്രതിയായ ND അപ്പച്ചൻ, ഒപ്പം 3ാം പ്രതിയായ കോൺഗ്രസിന്റെ മുൻ നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ അവരെ ചോദ്യം ചെയ്ത് ആൾജാമ്യത്തിലാണ് ഇന്നലെ വിട്ടത്. മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനൊടുവിൽ MLA-യെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ തന്നെ വിടും. ND അപ്പച്ചൻ്റെയും ഗോപിനാഥൻ്റെയും കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ IC ബാലകൃഷ്ണനെ കുരുക്കുന്നത് ഒന്ന് ഈ ആത്മഹത്യാ കുറിപ്പാണ്. രണ്ടാമത്തത് ഡയറി കുറിപ്പുകളിൽ പേരുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരമാണ്. ഇതൊക്കെ പോലീസുകാർ കൃത്യമായും വിവരങ്ങൾ ചോദിച്ചറിയും. അതിന് തികച്ചും വ്യക്തമായ മറുപടി നൽകാൻ IC ബാലകൃഷ്ണന് കഴിയട്ടെ.